നമുക്ക് പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന വൈൻ്റെ റെസിപ്പി നോക്കാം. ഇത് പാളയംകോടൻ പഴമാണ് കേട്ടോ. ഈ മെഷർമെൻറ്റ് വെസലിന് 4 കപ്പ് അളവിൽ ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ എടുത്ത് വെക്കണം. ഇതിലേക്ക് നമുക്ക് ഈ പഴമെല്ലാം ഇട്ട് കൊടുക്കാം. 4 കപ്പ് പഴത്തിന് 3.5 കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഭരണിയാണേലും ബോട്ടിലാണേലും നല്ലപോലെ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങി എടുത്തതായിരിക്കണേ. ഇതുപോലെ ഒരു മരത്തിൻ്റെ ഒരു തവി എടുക്കുക. നല്ലവണ്ണം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഉടച്ചെടുക്കാവുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ആക്റ്റീവ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം പട്ട, അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കിതോടൊപ്പം ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ആറിച്ചെടുത്തതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള പഞ്ചസാരയെല്ലാം നല്ലവണ്ണം ഈ വെള്ളവുമായിട്ട് യോജിക്കുന്ന വരെ ഇളക്കി കൊടുക്കണം. അടപ്പടയ്ക്കുമ്പോൾ ടൈറ്റായിട്ട് അടയ്ക്കരുത്. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അടച്ചാൽ മതി. കോട്ടൺ തുണി ഉപയോഗിച്ച് ഈച്ചയൊന്നും വരാതിരിക്കാനായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇളക്കുക. 10ാമത്തെ ദിവസം ധരിച്ചെടുക്കുക. മറ്റൊരു കുപ്പിയിലേക്കാക്കി 21 ദിവസം വീണ്ടും പുറത്ത് വയ്ക്കുക. അപ്പം അത് നല്ലവണ്ണം തെളിഞ്ഞു വരും.